മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിന് ഇന്ന് 74-ാം ജന്മദിനം. വർഷങ്ങൾക്ക് മുമ്പാണ് ചെന്നൈയിലെ അമേരിക്കൻ എംബസി ഓഫീസ്. അമേരിക്കയിൽ സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ പെർഫോമൻസ് വിസ എടുക്കാൻ എത്തിയതാണ് മലയാളത്തിലെ ഒരു പിടി സിനിമ TV കലാകാരന്മാർ. സംഘത്തലവനെ അഭിമുഖത്തിനായി വിസ ഓഫീസർ പേര് വിളിച്ചു, കൃഷ്ണൻ ശ്രീകുമാർ. പെർഫോമൻസ് വിസയ്ക്കായതിനാൽ അപേക്ഷയിൽ ആക്ടർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹൃദയനായിരുന്ന ആ വിസ ഓഫീസർ അപ്പോൾ താങ്കൾ ഒരു നടനല്ലേ എന്ന് ചോദിച്ചു. യെസ് എന്ന് മറുപടി. എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചു? മോർ ദാൻ 1000. 1000-ലധികമോ? ഓഫീസർ ആശ്ചര്യത്തോടെ ചോദ്യം ആവർത്തിച്ചു. അതെ, ചിരിച്ചുകൊണ്ട് മറുപടി. അല്പസമയം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ ഓഫീസർ വിസ കൗണ്ടറിന്റെ കർട്ടൻ താഴ്ത്തി. കുറച്ച് സമയത്തിന് ശേഷം തിരികെ വന്ന ഓഫീസർ കൗണ്ടർ തുറന്ന് തലയിൽ വെച്ചിരുന്ന തൊപ്പി ഊരി ശിരസ് കുനിച്ച് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് മുന്നിലിരിക്കുന്ന ആളോട് ആദരവ് പ്രകടിപ്പിച്ചു. ഒപ്പം തനിക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാമോ എന്നും ചോദിച്ചു. സ്നേഹപൂർവ്വം ആ നടൻ സമ്മതിച്ചു. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ആ നടനെ ആ വിദേശി ആദരിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവിൽ അത്ഭുതം പൂണ്ടായിരുന്നു. കൃഷ്ണൻ ശ്രീകുമാർ എന്ന പാസ്പോർട്ടിൽ പേരുള്ള നടനെ മലയാളികൾ സ്നേഹത്തോടെ വിളിച്ചത് ജഗതി ശ്രീകുമാർ എന്നാണ്. സുഹൃത്തുക്കളുടെ അമ്പിളി. ഇന്ന് മലയാളത്തിൻ്റെ അമ്പിളിക്കലയ്ക്ക് 74-ാം പിറന്നാൾ ദിനം. അമ്പിളിക്കലമാഞ്ഞ ആകാശം കണക്കെ അമ്പിളിയില്ലാതെ മലയാള സിനിമ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. സിനിമയിൽ വിപ്ലവങ്ങളും മാറ്റങ്ങളും സംഭവിച്ച കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. പക്ഷേ ജഗതി എന്ന പ്രതിഭയ്ക്ക് പകരക്കാരനെ സ്വപ്നം കാണാൻ പോലും ഇന്നും മലയാള സിനിമാ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. നാടകാചാര്യൻ ജഗതി NK ആചാര്യയുടെയും പൊന്നമ്മാളിൻ്റെയും മകൻ അച്ഛനും മകനും എന്ന ചിത്രത്തിൽ മാസ്റ്റർ അമ്പിളിയായി പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രായം 6. അച്ഛൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു ആ കലാസബരിക്ക് തുടക്കം. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത കന്യാകുമാരിയിലൂടെയാണ് മുഖ്യധാരാ സിനിമയിലേക്ക് ജഗതി ശ്രീകുമാർ എത്തുന്നത്. പിന്നീട് 1400-ലധികം സിനിമകൾ. അടൂർ ഭാസിയും ബഹദൂറും അരങ്ങുവാണെന്ന കാലത്താണ് ജഗതി സിനിമയിൽ ഹരിശ്രീ കുറിക്കുന്നത്. പിന്നീട് ഹാസ്യത്തിൻ്റെ വഴിയെ പലരും വന്നു പോയെങ്കിലും സ്വാഭാവിക അഭിനയ ശൈലി കൊണ്ട് ജഗതി തൻ്റേതായ ഒരു ഇരിപ്പിടം തന്നെ അങ്ങ് തീർത്തു. അഭിനയ ലോകത്തു നിന്നും ഒരു പതിറ്റാണ്ടിലേറെയായി മാറി നിൽക്കുമ്പോഴും ജഗതിയുടെ ഒരു സിനിമാ ഡയലോഗെങ്കിലും കേൾക്കാതെയോ അല്ലെങ്കിൽ ഒന്ന് പറയാതെയോ പോലും മലയാളികളുടെ ഒരു ദിവസം കടന്നു പോകുന്നില്ല. അവസരോചിതമായി മനോധർമ്മം പ്രകടിപ്പിക്കുന്നതിൽ ജഗതിക്കുള്ള വൈഭവം അദ്ദേഹം അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളിലും കാണാം. അരംപ്ലസരത്തിലെ പ്രൊപ്പറേറ്റർ മനോഹരനും ബോയിങ്ങിലെ OP ഒളർച്ചയും നന്ദനത്തിലെ കുമ്പിടിയും മീശമാധവനിലെ ഭഗീരഥൻ പിള്ളയുമൊക്കെ നമ്മളെ ചിരിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല എന്നുള്ളതാണ് സത്യം. യോധയിലെ അപ്പക്കുട്ടനും കാബൂളിവാലയിലെ കടലാസും ഉദയനാണ് താരത്തിലെ പച്ചാളം ഫാസി. അവരെല്ലാം ഇന്നും ചിരിപ്പിക്കുന്നുണ്ട്. മോനെ, ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. രേഖകളില്ലാത്തതിനാൽ കപ്പലിൽ അകപ്പെട്ടു പോയ അടിക്കുറുപ്പിലെ ബഷീറും കൊച്ചുമകനെ ജീവനേക്കാളേറെ സ്നേഹിച്ച തമ്പിയുടെ നിഴലായി നിന്ന 3-ാം പക്കത്തിലെ കവലയും മറവിയുടെ ആഴങ്ങളിലേക്ക് മടങ്ങുന്ന രമേശൻ നായരുടെ ആ കുടുംബത്തിന് സഹായമായി നിന്ന് ഒടുവിൽ അപ്രതീക്ഷിത മരണം കൊണ്ട് പ്രേക്ഷകരിലും മരവിപ്പുണ്ടാക്കിയ തന്മാത്രയിലെ ജോസഫും ഭരണത്തിൻ്റെ ഇടനാഴികളിലെ ദല്ലാളായി മാറിയ വാസ്തവത്തിലെ ഉണ്ണിത്താൻ ആശാനും സ്ത്രൈണത നിറഞ്ഞ ഭാവങ്ങളും ചലനങ്ങൾക്കുമൊപ്പം വില്ലനിസവും ചേർത്ത ഓർമ്മയിലെ ചേനിച്ചേരിക്കുറിപ്പുമെല്ലാം പതിവ് പാത്രാവിഷ്കാരങ്ങളെ പൊളിച്ചെഴുതി. അതെല്ലാം ജഗതി ചേട്ടൻ ഞെട്ടിക്കുകയും ചെയ്തു. കണ്ടു കണ്ടു ഞാൻ കണ്ടു നമ്മുടെ കുഞ്ഞ്. മലയാള സിനിമയുടെ സിൽവർ സ്ക്രീനിൽ മോഹൻലാൽ ജഗതി കൂട്ടുകെട്ടിനോളം എക്കാലത്തും പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തിയ ഒരു കൂട്ടുകെട്ടുണ്ടോ? കരിയറിന്റെ തുടക്കം മുതൽ 2012-ൽ പുറത്തിറങ്ങിയ ഗ്രാൻഡ് മാസ്റ്റർ വരെയുള്ള സിനിമകളിൽ മോഹൻലാലിനൊപ്പം ജഗതിയും ഉണ്ടായിരുന്നു. കോമഡിയും സെന്റിമെന്റ്സും സീരിയസുമായ അനവധി നിരവധി റോളുകൾ. ചറവറ വെയിലത്ത് അന്തവും കുന്തവും വിട്ട് എന്ന് എന്നോട് ഉണ്ണിത്താനേ നിന്റെ കാര്യം എങ്ങനെയാടാന്ന് വാകേറിയ ദൈവം വഴിയും കാണിച്ചു തരുമെന്ന് ഞാനും. രാവും പകലുമില്ലാത്ത ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കുള്ള പ്രയാണമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. അങ്ങനെയൊരു ഓട്ടപ്പാച്ചിലിൽ
2012 മാർച്ച് 10 മലപ്പുറം തേഞ്ഞിപ്പാലത്തിനടുത്തുള്ള പാണാമ്പ്ര വളവിൽ ജഗതി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കുപറ്റുന്നു. ജീവനും മരണത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ നിന്നും അത്ഭുതകരമാം വണ്ണം തിരിച്ചുവരവ്. പക്ഷെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു വ്യാഴവട്ടക്കാലമായി മൗനത്തിൻ്റെ വാത്മീകത്തിലാണ് ആ നടൻ. ദൈവത്തിന് പറ്റിയ ഒരു കൈപ്പിഴ എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ന് തിരുവനന്തപുരം പേയാട്ട് വീട്ടിൽ കുടുംബത്തോടൊപ്പം ജഗതി ശ്രീകുമാർ വിശ്രമത്തിലാണ്. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഹാനടന്റെ മുഖം വെള്ളിത്തിരയിൽ വീണ്ടും മലയാളികൾ കണ്ടു. തൻ്റെ ഐക്കോണിക് കഥാപാത്രം CBI ഓഫീസർ വിക്രമായി CBI 5-ൽ ഏതാനും നിമിഷങ്ങൾ മാത്രം. വെള്ളിത്തിരയിൽ ആ മാജിക്ക് ഇനിയും ഏറെ കാണാൻ കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. മലയാള സിനിമയുടെ അമ്പിളിച്ചേട്ടന് ന്യൂസ് മലയാളത്തിൻ്റെ 1000 പിറന്നാൾ ആശംസകൾ.